എഫ് ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കൂക്കലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൂക്കൽ, കൊടൈക്കനാൽ കൂക്കൽ അല്ലെങ്കിൽ പൂണ്ടി, മന്നവനൂരൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ വരുന്നൊരു വലിയ ഡൗട്ടാണ് ഇവിടെ സ്റ്റേക്ക് ഉള്ള സൗകര്യങ്ങൾ കിട്ടുമെന്നുള്ളത്. നല്ല ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നിൽക്കാൻ പറ്റുമോ? എന്നോടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഇത്തരം ഡൗട്ടുകൾ. അപ്പോൾ നമ്മൾ അത്ര ഒരു സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു റിസോർട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ റിസോർട്ട് കൂക്കലാണുള്ളത്. ഇത് ട്രീ ഹൗസാണ്. കണ്ട, ഈ പുറകെ കാണുന്ന ട്രീ ഹൗസാണ്. നമ്മൾ ഈ ട്രീ ഹൗസിലായിരുന്നു സ്റ്റേ ചെയ്തത്. ഈ ട്രീ ഹൗസ് കൂടാതെ ഇവിടെ ഹട്ടുകളായിട്ടുള്ള ഇതുണ്ട്, സ്റ്റേ ഉണ്ട്. ഹട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ത്രികോണ ഷേപ്പിലുള്ള 3 ഹട്ടുകളുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു മെയിൻ ബിൽഡിങ്ങിൽ ഒരു സ്റ്റേയും ഉണ്ട്. അപ്പോൾ അത്രയും സ്റ്റേ ഓപ്ഷൻസ് ഉള്ള ഒരു റിസോർട്ടാണ് ഇത്. കൂക്കൽ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിൽ കൊടൈക്കനാലിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. ആ റൂട്ടിൽ നമുക്ക് ധാരാളം കൊടൈക്കനാലിൻ്റെ ഓഫ് ബീറ്റ് ലൊക്കേഷൻസ് എന്ന് പറയാവുന്ന കുറേയധികം ഗ്രാമങ്ങളുണ്ട്. അതായത് പൂമ്പാറ, കൂക്കൽ, മന്നവനൂർ, പൂണ്ടി, പോലൂർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നുമുണ്ട്, സ്ഥലങ്ങൾ കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ റൂട്ടിൽ വരുമ്പോൾ താമസിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിംഗ് ഉള്ള ഒരു ലൊക്കേഷനിലാണ്. കൂക്കലാണ് സ്ഥലം. കൂക്കലിൽ ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂക്കൽ ലേക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്താണ്. അതായത് ലേക്ക് എന്ന് പറയുന്നത് വോക്കബിൾ ഡിസ്റ്റൻസാണ്. ഒരു 300-400 മീറ്ററേ ഉള്ളൂ ലേക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അത്രയും അടുത്താണ് ഇരിക്കുന്നത്. വളരെ നല്ല ഒരു ഫോറസ്റ്റിനോടൊക്കെ ചേർന്ന് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്റ്റേ ആണ്. എസ്പെഷ്യലി ഫാമിലിക്ക് പറ്റുന്ന ഒരു സ്റ്റേ ഓപ്ഷനാണ് ഈ റിസോർട്ടിൻ്റേത്. അതുപോലെ തന്നെ ഇത് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ കൂക്കലേക്ക് എത്തുന്ന കൂക്കൽ ലേക്കിൻ്റെയൊക്കെ അങ്ങോട്ട് എത്തുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് റിസോർട്ടുള്ളത്. നമുക്ക് വരുമ്പോൾ തന്നെ ഈഗിൾ വുഡ് ഹൗസിൻ്റെ ബോർഡ് കാണാനായിട്ട് സാധിക്കും. ഇതിനുള്ളിലേക്കാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് റെസ്റ്റോറൻറ്റും ഒരു റിസപ്ഷൻ പാർട്ടൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ടൊരു മെയിൻ ബിൽഡിംഗ് ഉണ്ട്. പിന്നെയാണ് ഹട്ടുകളും ട്രീ ഹൗസുകളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഇനി നമ്മൾ താമസിച്ച ട്രീ ഹൗസിൻ്റെ ഉൾവശം നോക്കാം. ഇതൊരു ചെറിയ ട്രീ ഹൗസാണ് കേട്ടോ. അതായത് നമുക്കൊരു കപ്പിൾ സ്റ്റേ, ഹണിമൂൺ കോട്ടേജ് എന്നൊക്കെ പറയാവുന്ന ടൈപ്പാണ്. നമുക്കൊരു ഫാമിലിക്കൊന്നും പറ്റുന്നതല്ല. ഒരു വളരെ ചെറിയ സ്പേസേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഒരു നല്ല ബെഡുണ്ട്. നല്ല വിശാലമായിട്ട് തന്നെ ബെഡെല്ലാം നല്ല സെറ്റപ്പായിട്ടുള്ള ബെഡാണ്. പക്ഷേ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ നല്ല വുഡൻ ഫർണിഷിംഗ് ആണ് കേട്ടോ. കംപ്ലീറ്റ് വുഡനാണ് ചെയ്തേക്കുന്നത്. ബാത്റൂമുണ്ട്, ചെറിയൊരു ബാത്റൂമുണ്ട്. സൗകര്യങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. ഫെസിലിറ്റീസ് എല്ലാം നല്ല പക്കയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ട്രീ ഹൗസ് മാത്രമേ ചെറുതുള്ളൂ കേട്ടോ. ഈ കോട്ടേജുകൾ കാണുന്ന ബാൽക്കണിയൊക്കെയുള്ള നല്ല വിശാലമായ സ്പേസ് ഉള്ള ഫാമിലി റൂംസാണ്. അതുപോലെ തന്നെ മെയിൻ ബിൽഡിങ്ങിലുള്ള റൂംസും അങ്ങനത്തെ തന്നെയാണ്. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ടാണ്. റെസ്റ്റോറൻറ്റും വളരെ ഒരു തീം ടൈപ്പ് മോഡലാണ്. ഒരു തീമാറ്റിക് റെസ്റ്റോറൻറ്റിൻ്റെ മോഡൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ. റെസ്റ്റോറൻറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നല്ല കിട്ടിലൻ വ്യൂസുമാണ്. റെസ്റ്റോറൻറ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ചുറ്റും മലനിരകളൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ രാത്രിയിൽ നമുക്ക് ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അത് പൂരിയും ഇഡ്ഡലി, ചമ്മന്തി, പൂരി, മസാല കറി, അങ്ങനെ സെറ്റപ്പായിരുന്നു മോർണിംഗിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് നല്ല ടേസ്റ്റിയാണ്, നല്ല ഫുഡായിരുന്നു. ഓവറോൾ എല്ലാ ഫെസിലിറ്റീസും നല്ലൊരു സ്റ്റാൻഡേർഡ് ഫെസിലിറ്റീസിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ റൂംസും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു നല്ല സ്റ്റേ ആണ്. ഇതുപോലുള്ള ഗ്രാമങ്ങളിലൊക്കെ വരുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൊതുവേ തമിഴ്നാട്ടിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സ്റ്റേ എടുക്കണം. അതല്ലാത്ത വരുന്ന നമ്മൾ ബഡ്ജറ്റ് ആവറേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന സ്റ്റേകൾ വളരെ മോശമായിരിക്കും. അതായത് ഇതിൻ്റെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഏരിയയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ എനിക്ക് പണ്ട് മേഘമലയൊക്കെ പോയപ്പോൾ പറ്റിയിട്ടുള്ളതാണ്. സ്റ്റേ എടുത്ത സമയത്ത് ഒരു അല്പം വളരെ മോശമായിട്ടുള്ള സ്റ്റേ. നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ, നമ്മൾ ബാച്ചിലേഴ്സായിട്ടൊക്കെ പോകുന്ന ഇതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് ട്രിപ്പിലൊക്കെ അത് വലിയ വിഷയമല്ല. എങ്കിൽ പോലും നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഹോട്ട് വാട്ടർ കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുള്ളതുകൊണ്ട് നല്ലത് ഒരുവിധം സ്റ്റാൻഡേർഡ് സ്റ്റേ നമ്മൾ നോക്കും പൊതുവേ. അപ്പോൾ അങ്ങനെ പറ്റുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് എന്തായാലും ഈ ഈഗിൾ വുഡ് ഹൗസ് എന്ന് പറയുന്ന സംഭവം. അതിന് പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ട്രീ ഹൗസിൻ്റെ റേറ്റ് എനിക്ക് 4,500 റേറ്റ് ആയത്. അവർ ഇത്തരം ഇതിന് പറഞ്ഞത് ഹട്ട് പോലുള്ള സംഭവങ്ങൾക്ക് 5,500 റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇത് സീസൺ അനുസരിച്ച് വേരി ആയിരിക്കും. ഞാനിപ്പോൾ ഒരു വർക്കിംഗ് ഡേയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. സീസൺ അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാകും. ഞാനതായത് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ട് വരിക. അപ്പോൾ ഇത് കൂക്കലിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേ ഓപ്ഷനാണ് ഈ ഈഗിൾ വുഡ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വേണ്ട പുറകിൽ ഇരിക്കാനൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം നമുക്ക് വേണം ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഈ ഫോറസ്റ്റ് ഏരിയയാണ്, സൈഡിലെല്ലാം ഫോറസ്റ്റാണ് കാണുന്നത്. അല്ലേ, ഇതെല്ലാം ഫോറസ്റ്റാണ്. അവർ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുമുണ്ട്.
അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.